ഇംഗ്ലീഷ് ഫ്ലുവൻസിയുടെ ചരിത്രം മാറ്റിക്കുറിക്കുന്ന 5 കാര്യങ്ങളാണ് ഇവ. ഓക്കെ, അതാണ് ഞാൻ ക്യാപ്ഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക, അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു സാധാരണ ഇന്ത്യൻ ഇംഗ്ലീഷ് അല്ല, നല്ല ക്ലാസ് ഇംഗ്ലീഷ്, വെസ്റ്റേൺ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ വെസ്റ്റേൺ ഇംഗ്ലീഷ് ഫോർമുലയുടെ ആപ്തവാക്യവും ഈ ഫോർമുലയാണ്. അപ്പോൾ ഫോർമുല വെച്ച് പഠിച്ചാൽ എന്താ ഒരു ഗുണം? അതിലൊരു തെറ്റുമില്ല. H2O എന്ന് പറഞ്ഞാൽ H2O അങ്ങനെ തന്നെയാണ്. ഹൈഡ്രജൻ 2 ഓക്സിജനും കൂടി ചേർന്നാൽ നമുക്ക് വെള്ളം, അത് മാറില്ല. അതിൽ മാറ്റം വരുമ്പോഴാണ് ഇതിൻ്റെ പ്രൊഡക്റ്റിന് മാറ്റം ഉണ്ടാവുക. അതുകൊണ്ട് എപ്പോഴും ഫോർമുല വെച്ച് പഠിക്കുന്നത് നല്ലത്, ഓർക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഫോർമുല വെച്ചിട്ട് പഠിക്കുന്നത്. ഈ ഒരു ഒറ്റ ഫോർമുല വെച്ച് പഠിച്ചാൽ മതി, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ, നിങ്ങൾക്ക് ആ സംസാരിക്കുന്ന കാര്യത്തിൽ കോൺഫിഡൻസ് ഇല്ല. അത് ശരിയോ തെറ്റോ എന്നുള്ളത്. പിന്നെ ഷൈനസ് ഒക്കെ പിന്നെ വരുന്നതാണ്. അത് നമുക്ക് കോൺഫിഡൻസ് ഇല്ല. കാരണം ഷൈനസ് അല്ല പ്രശ്നം എന്ന് പറയാനായിട്ട് എന്താ കാര്യം, നമുക്കൊരു ഉറപ്പില്ലാത്തതാണ് ഒരു മെയിൻ പ്രശ്നം. ഇപ്പോൾ വാട്ട്സ് യുവർ നെയിം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഐ ആം മിഷ ഓർ മൈ നെയിം ഈസ് മിഷ. ഇത് ഏത് കുട്ടിയും പറയും. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വലുതായി പോകുമ്പോൾ നമുക്കതിൻ്റെ ആക്യുറസി, അതിൻ്റെ ഉറപ്പില്ല. ആ ആക്യുറസി കുറയുമ്പോഴാണ് നമ്മൾ കിടന്ന് ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ അത് മാറാനാണ് നമ്മൾ ഫോർമുല വെച്ചിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇനി ഫോർമുലയുടെ പേരാണ് FR/PVC. ഇതാണ് നമ്മുടെ ഫോർമുല. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ ഫ്ലുവൻ്റ് ആവും. അത് നല്ല ഇംഗ്ലീഷാണ് പറയാനുള്ള ഫ്ലുവൻസി കിട്ടും. മിനിറ്റുകൾക്കുള്ളിൽ എന്ന് പറയാം. മണിക്കൂറുകൾ പോലും വേണ്ട, മിനിറ്റുകൾ നിങ്ങൾ ഫ്ലുവൻ്റ് ആവും. എത്ര മാസം വേണം? 1 മാസം. ശരിക്കും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, വിത്തൗട്ട് ഗ്രാമർ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു 5 സെക്കൻഡ്, അത് ഗ്രാസ്പ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിനെ അനുസരിച്ചിട്ടിരിക്കും. ഒരു 5 മിനിറ്റ് നമ്മൾ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ 2 സെൻറ്റൻസിന് നിങ്ങൾ അതിൽ ഫ്ലുവൻ്റ് ആവും. അടുത്ത ഒരു 5 മിനിറ്റിൽ അതിൽ ഫ്ലുവൻ്റ് ആവും. അതാണ് നമ്മളുടെ രീതിയുടെ ഒരു ഇത്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് മിനിമം നമ്മൾക്ക് വയ്ക്കാം. ഇത്ര എനിക്ക് ബുദ്ധിമുട്ടുള്ളവരെടുത്താലും 5 മിനിറ്റ് എന്ന് പറയാം. അതിൽ നമ്മൾ ഫ്ലുവൻ്റ് ആവും. അപ്പോൾ FRPVC. F എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ കാര്യം, നമ്മൾ ഒരു ബുക്ക് എപ്പോഴും വായിക്കുമ്പോൾ, ഇംഗ്ലീഷ് പഠിക്കുന്നതാണെങ്കിൽ നമ്മൾക്ക് വായിക്കുമ്പോൾ ഒരു ഫോറിൻ ഓതറിൻ്റെ ബുക്ക് എടുക്കാം. ഏതൊരു ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആയിക്കോട്ടെ, ഷോർട്ട് സ്റ്റോറി ആയിക്കോട്ടെ, നോവൽ ആയിക്കോട്ടെ, ട്രാവലോഗ് ആയിക്കോട്ടെ, എന്തും എഴുതണത് അമേരിക്കൻ ഇംഗ്ലീഷ് വേണോ, അമേരിക്കൻ ഓതറിൻ്റെ ബുക്ക് എടുക്കാം. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വേണം. നമ്മൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ അതാണ് വേണ്ടെങ്കിൽ അത് എടുക്കുക. എന്നാൽ നമ്മൾ ശരിക്കും ബ്രിട്ടീഷുകാരെ പോലെയും അല്ല, വ്യത്യാസമുണ്ട്. ഇനി എനിക്കൊരു ഓസ്ട്രേലിയൻ സ്ലാങ്ങും അതിൻ്റെ ഒരു ശൈലിയൊക്കെ വേണ്ടെങ്കിൽ ഓസ്ട്രേലിയക്കാരൻ്റെ ബുക്ക് എടുക്കുക. ഏത് ഇംഗ്ലീഷാണ്, അല്ല 3 ഇംഗ്ലീഷാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷയുടെ ശൈലികൾ വരുന്നത്. അപ്പോൾ ഇതിലേത് ഇംഗ്ലീഷ് വേണമെന്ന് സെലക്ട് ചെയ്യുക, അത് നിങ്ങൾ എടുക്കുക. പ്രൊനൗൺസിയേഷനൊക്കെ നമുക്ക് അടുത്തത് വരാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ സംസാരിക്കാനുള്ള ഒരു ഗഡ്സ് നമുക്ക് ഉണ്ടാവണം, അതാണ് നമ്മളുടെ ആവശ്യം. അപ്പോൾ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഒരു ഫോറിൻ ഓതർ ബുക്ക്. ഓക്കെ, നെക്സ്റ്റ് വന്ന് സെലക്ട് ചെയ്യേണ്ടത് ഏത് ബുക്കാണ്, ഏതാണ് റീഡിങ്, കറക്റ്റായിട്ട് റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ റീഡിംഗ് അല്ല, ഡിസെക്റ്റ് ചെയ്തിട്ട് റീഡ് ചെയ്യുക. അതായത് നമ്മൾ ഈ ബോട്ടണിയിലും സുവോളജിയിലൊക്കെ ഇപ്പോൾ തവളേനെയൊക്കെ കൊണ്ടുവന്ന് പാറ്റേനെയൊക്കെ വന്ന് കഷ്ണമായിട്ട് മുറിച്ച് ഇന്ന പാർട്ട് അതുപോലെ നമ്മൾ ഒരു സെൻറ്റൻസ് എടുത്ത് റീഡ് ചെയ്യുക. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ള ബേസ്, അതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് PVC. ഒരു സെൻറ്റൻസ് ആയാൽ അതിൽ എന്തൊക്കെയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്രാമാറ്റിക്കൽ ടേമായിട്ട് പറഞ്ഞാലും നിങ്ങളതങ്ങനെ കാണണമെന്നൊന്നും ഒരു ആവശ്യമില്ല. ഞാൻ ഒരു ഇതിന് വേണ്ടി പറയാൻ വേണ്ടി ഗ്രാമാറ്റിക്കൽ ടേം യൂസ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. അതായത് P എന്ന് പറയുന്നത് ഫ്രേസ് കണ്ടുപിടിക്കണം. ഒരു സെൻറ്റൻസിൽ ഫ്രേസ് എന്താണ്? ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറേ തരം ഫ്രേസസ് ഉണ്ട്. അഡ്ജക്റ്റീവ് ഫ്രേസ് ഉണ്ട്,
ആഡ്വേർബ് ഫ്രേസ് ഉണ്ട്, നൗൺ ഫ്രേസ് ഉണ്ട്. ഇതും ഒരു കോമൺ ആയിട്ടുള്ള പല ഫ്രേസസും ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മളെന്തോ ഫ്രേസിനെ നമുക്ക് അങ്ങോട്ട് സിമ്പിളായിട്ട് പറയാം, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. പല പല ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് നമുക്ക് കാണാം. ലാറ്റർ സൊല്യൂഷൻ നമുക്ക് കാണും, അത് മനസ്സിലായ. യൂഷ്വലി ടു സൊല്യൂഷൻസ്, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്. സോർട്ട് ഓഫ്, ഓൾ കൈൻഡ്സ് ഓഫ്, എങ്ങനെയുള്ള അറ്റ് ഫസ്റ്റ്, ഇതൊക്കെ ഓരോ തരം ഫ്രേസസ് ആണ്. അത് എന്ത് തരം ഫ്രേസ് എന്നൊന്നും നമുക്കറിയണ്ട. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് നമ്മൾ പഠിക്കുക, അതാണ് പി. അതുപോലെ തന്നെ പി എന്ന് പറഞ്ഞാൽ ഒരു പിയും കൂടെയും നോക്കാം. പി സ്ക്വയർ എന്ന് വേണമെങ്കിൽ പറയാം. എളുപ്പത്തിന് ഓർക്കാനാണ് PVC എന്ന് പറയുന്നത്. പ്രിപ്പോസിഷൻസ്, അവിടെ എന്തൊക്കെ പ്രിപ്പോസിഷൻ വന്നു അത് നോക്കാം. അടുത്തത് വെർബ്. ആ ഒരു സെൻറ്റൻസിൽ എന്ത് വെർബാണ് പറഞ്ഞത്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു സെൻറ്റൻസ് എന്ത് ആക്ഷൻ, ആ സെൻറ്റൻസിലൂടെ എന്ത് ഇൻഫർമേഷനാണ് പാസ് ചെയ്യുന്നത്, അതാണ് അവിടുത്തെ വെർബ്. ഇപ്പോൾ നമ്മളെന്താ പറയുക, സീത ഡാൻസ് കളിച്ചു, അവിടുത്തെ ഇതെന്താണ്, ആ ഡാൻസ് കളിക്കുക എന്നുള്ളതാണ് അവിടുത്തെ വെർബ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് വെർബ്. അപ്പോൾ വെർബ് എന്ന് പറയുമ്പോൾ അതിൽ 2 സെറ്റ് നമ്മൾ കാണണം. എന്താണ്, ആക്ഷൻ വെർബും ഓക്സിലറി വെർബും. ആക്ഷൻ വെർബ് എന്ന് പറയുന്ന ഡാൻസ്, പക്ഷെ അത് ഏത് കാലത്തിൽ നടന്നു, അത് കഴിഞ്ഞതാണോ, അതിപ്പോൾ നടക്കുന്നതാണോ, അത് നടക്കാൻ പോകുന്നതാണോ എന്ന് കാണിക്കുന്നതാണ് ഓക്സിലറി എന്ന് പറയുന്നത്. ഓക്സിലറി എന്ന് പറയുന്നതാണ് ഈസ്, ആം, ആർ, വാസ്, വേർ, ഹാസ്, ഹാഡ്, ഹാവ്, വിൽ ഹാവ്, ഷാൽ, ഇതൊക്കെ വരുന്നതാണ് ഓക്സിലറി. കുഡ്, വുഡ്, ക്യാൻ, ഷുഡ്, ഇതൊക്കെ ഓക്സിലറിയിൽ വരും. ഇതെന്ന് പറയുന്നത് ഇത് എപ്പോൾ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്ന് കാണിക്കാം. ഇനി എന്ത് ആക്ഷനാണ്, ഡാൻസ് ആണോ, പാട്ട് പാടാണോ, അല്ലെങ്കിൽ എഴുതാണോ, ക്ലാസ് എടുക്കാണോ, ആ ആക്ഷൻ എന്ത് ആക്ഷനാണ് നടന്നത്. അപ്പോൾ ഇത് 2 കണ്ടുപിടിക്കുക. ഓക്കെ, ഫസ്റ്റ് ഫ്രേസ് കണ്ടുപിടിച്ചു, പിന്നെ നമ്മൾ ഇത് 2 കൂട്ടി, ഇത് അടുത്തടുത്തായിരിക്കും, ഓൾമോസ്റ്റ് ഇത് അടുത്തടുത്തായിരിക്കും, ആക്ഷൻ വെർബും ആക്സിലറി വെർബും. അത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് കൺജങ്ഷൻ അല്ലെങ്കിൽ കണക്റ്റീവ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 2 സെൻറ്റൻസുകളെ കൂട്ടിച്ചേർക്കുന്ന വേർഡുകളെയാണ് കൺജങ്ഷൻസ് എന്ന് പറയുക. കണക്റ്റീവ്സ്, അങ്ങനെയുള്ള കണക്റ്റീവ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ ഈ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ക്ലാസ്സുകൾ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കൂടുതൽ വ്യക്തമാവും. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രാമാറ്റിക്കൽ ടേം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾക്ക് അവിടെ എന്താ നമുക്ക് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കണ്ടുപിടിക്കണം, എന്ത് ആക്ഷനാണ് അവിടെ നടന്നതെന്ന് കണ്ടുപിടിക്കണം, ഇതിൽ തമ്മിൽ യോജിപ്പിക്കുന്ന വല്ല വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കണം, ഇതിൽ തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇത്ര മാത്രമേ നമുക്ക് ഇതുള്ളൂ. ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല സ്റ്റാൻഡേർഡുള്ള നല്ല വെസ്റ്റേൺ ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് ഒരു സെൻറ്റൻസ് നോക്കാം. Interestingly, there are usually 2 solutions to this particular problem. അപ്പോൾ നമ്മളിവിടെ തിരിക്കുകയാണ്, എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഒരു തരത്തിലുള്ള വീട്. അടുത്തത് ആർ, അവിടുത്തെ വെർബ് എന്താണ്. ഇനി യൂഷ്വലി 2 solutions to the particular problem. അപ്പോൾ ഒരു 5-6 സെറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി അതിനെ കണക്ട് ചെയ്യുന്നതാണ്, രസകരമായി തോന്നുന്നു. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ആകുന്നു എന്ന് പറയാൻ ഒരു വെർബുള്ളൂ, അതുകൊണ്ടാണ് അവിടെ വേറെ ആക്ഷൻ വെർബ്, അതെല്ലാം 2ഉം ഒന്നായിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ there are അവിടെ എന്ന് കാണിക്കുന്നതിനാണ്. അപ്പോൾ there are യൂഷ്വലി 2 solutions, നമ്മളാണെങ്കിൽ 2 solution യൂഷ്വലി അവിടെ പറയില്ല. അപ്പോൾ അതും ഒരു ഫ്രേസാണ്, അത് ആഡ്വർബ് ഫ്രേസ് അങ്ങനെയൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് മാത്രം നോക്കണ്ടു. അപ്പോൾ യൂഷ്വലി 2 solutions. അടുത്തത് ടു ദ, അതെന്താണ്, ടു എന്ന് പറയുന്നത് അവിടെ എന്താണ്, അവിടെ ടു എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ. അപ്പോൾ ടു ദിസ് പെർട്ടിക്കുലർ പ്രോബ്ലം, അതൊരു കൊളോക്കേഷനാണ്. കൺജങ്ഷൻസ് ഈ സി എന്ന് പറയുന്നതിന് കൺജങ്ഷൻ, കണക്റ്റീവ്സ്, കൊളോക്കേഷൻസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ കൺജങ്ഷൻസ് ആൻഡ് കൊളോക്കേഷൻസ് എന്ന് പറയാം. അപ്പോൾ കൊളോക്കേഷൻ വയ്ക്കുമ്പോഴും ഫ്രേസ് വയ്ക്കുമ്പോഴാണ് ഭാഷ ഭംഗിയാവുന്നത്. ഓക്കെ, കൊളോക്കേഷൻ വേണം, ഫ്രേസ് വേണം. അപ്പോൾ നമ്മൾ ഇതിനെ തിരിച്ചിട്ട് അപ്പോൾ ഈ ഇൻട്രസ്റ്റിംഗ്ലി ഇനി നമുക്ക് വേറൊരു സ്ഥലത്ത് സംസാരിക്കുമ്പോൾ ഭംഗിയായിട്ട് പറയാം, ഓ ഇൻട്രസ്റ്റിംഗ്ലി ഹിസ് വോയിസ് വാസ് എമൈസിങ്, ഹിസ് പെർഫോമൻസ് വാസ് എമൈസിങ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇനി അടുത്തത് ഒരു ഇതുണ്ട്, നമ്മൾ സംസാരിക്കുമ്പോൾ സൗണ്ട് മോഡുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ പറയാണ് ലോഫിങ് എന്ന് പറയാണ്, ഞാൻ ചിരിക്കുകയാണ് എന്നിട്ട് പറയാം, പക്ഷെ നിങ്ങളിങ്ങനെയാണ് പറയുക ഐ എം ലോഫിങ് എന്ന് പറഞ്ഞാൽ ചിരിക്കും.
അല്ലെങ്കിൽ നിങ്ങൾ ഐ എം സീരിയസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയണം ഐ ആം സീരിയസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതൊരു വിരോധാഭാസമാണ്. ഒരിക്കലും അങ്ങനെ ഐ എം സീരിയസ്, ഐ എം ലോഫിങ്. അപ്പോൾ ആ ഒരു മോഡുലേഷൻ ഉണ്ട്, എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ചിരിക്കുകയാണെങ്കിൽ അത് എക്സ്പ്രഷൻ, ആ വോയിസിൻ്റെ ഇതിൽ മോഡുലേഷൻ നമുക്കറിയാം. അതൊക്കെ പിന്നീട് നമുക്ക് പറയാം. അടുത്ത ഒരു സെറ്റാണ് യൂഷ്വലി ടു സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ യൂഷ്വലി ടു സൊല്യൂഷൻ. ഇനി ആ എന്തിലേക്ക് കണക്ട് ചെയ്യുന്നത്